കാനഡയിലെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടാൻ ഇപ്പോൾ പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിലെ പലരും ഇവിടെ നിൽക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി അവരിപ്പോൾ അസൈലം സീക്കേഴ്സ് സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 2024 അത് കാനഡയിൽ തന്നെ ഏറ്റവും ഹൈ റെക്കോർഡായിരുന്നു. എന്നാൽ 2025 ആദ്യത്തെ 3 മാസം നമ്മൾ കണക്ക് നോക്കുമ്പോൾ ആ റെക്കോർഡ് മറികടക്കും എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇത് ഞാനായിട്ട് മെനഞ്ഞുണ്ടാക്കിയൊരു വാർത്തയല്ല. കാനഡയിലെ തന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽസൊക്കെ വഴി ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഔദ്യോഗികമായിട്ട് പറയുന്ന ഒരു കണക്കാണ്. Pathways to permanent residence closing in Canada. An unprecedented number of international students are seeking asylum. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Foreign students know that they may have limited opportunities to stay, to get study permits, to get extensions to their study permits. ഇപ്പോൾ കാനഡയിലുള്ള പല വിദ്യാർത്ഥികൾക്കും അറിയാം അവർക്ക് ഒരു PR കിട്ടാനോ അല്ലെങ്കിൽ ഒരു PGWP കിട്ടാനോ അതുമല്ല ഒരു വർക്ക് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടൊക്കെ കാനഡയിൽ തുടരാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം ഇപ്പം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. The government has closed a lot of doors for international students to apply for permanent residence through regular streams. There are certain sectors of our economy that really have taken advantage of international students. You now have batches of students that have gone through that system, have a diploma that's really not worth anything. കഴിഞ്ഞ ദിവസങ്ങളിൽ കാനഡയിലെ ഒരു പ്രമുഖ വാർത്താ ചാനലാണ് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. അതായത് 2019 വെച്ച് നോക്കുമ്പോൾ 2024 ആയപ്പോഴത്തേക്ക് 6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2019 വെറും 3000 ആയിരുന്നെങ്കിൽ അത് 2024 ആയപ്പോഴത്തേക്ക് 20,000 ക്രോസ് ചെയ്തിരിക്കുന്നു. എന്നാൽ 2025 ആദ്യത്തെ ഒരു 3 മാസത്തെ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ അത് 5500 എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് 2024 ആദ്യത്തെ 3 മാസത്തെ കണക്ക് നോക്കുമ്പോൾ 22% വർധനവുണ്ടായിരിക്കുന്നത്. Federal immigration figures obtained by Global News show 20,000 international students claimed asylum last year, nearly double compared to 2023 and 6 times higher than in 2019. And this year is on track to surpass the previous record, with 5,500 in the first 3 months of the year, up 22% from the same period in 2024. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ കാനഡയിലെ PR പാത്വേ പലതും അടച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം ഈ ഒരു CEC കാറ്റഗറിയിലോട്ടോ ഏകദേശം ഒരു 6 മാസമായി നടന്നിട്ട് എന്നുള്ളത്. അതേപോലെ തന്നെ പല നോമിനേഷൻ പ്രോഗ്രാമിലും ഒരു 50% കട്ട് ഓഫ് ഒക്കെ കൊണ്ടുവന്നു എന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പല ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഇനി ഒരു PRലേക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര ദുർഘടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാനഡയുടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പല വിദ്യാർത്ഥികളും വിചാരിച്ചത് ഇപ്പോൾ ലിബറൽ പാർട്ടി ആണല്ലോ അധികാരത്തിൽ വീണ്ടും കയറിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷനൊക്കെ വളരെ ഈസി ആക്കും, മാത്രമല്ല വിദ്യാർത്ഥികൾക്കെല്ലാം ഇപ്പോൾ ഉള്ളവർക്ക് പലർക്കും PR ഒക്കെ കൊടുത്ത് ഈ രാജ്യത്ത് തന്നെ തുടരാൻ പറ്റുമെന്നൊക്കെയാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലും ട്രോളൊക്കെ ഒരു പ്രതീക്ഷേൻ്റെ തോതിലൊന്നുമല്ല ഇപ്പം കണ്ടക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഒണ്ടാരിയ തന്നെയുള്ള നോമിനേഷൻ പ്രോഗ്രാമിൽ ജാനുവരി കണ്ടക്ട് ചെയ്തപ്പോൾ വെറും 4 ഇൻവിറ്റേഷൻസ് മാത്രമാണ് കൊടുത്തത്. മാത്രമല്ല ഇപ്പോൾ നോമിനേഷൻ പ്രോഗ്രാമിലൊക്കെയുള്ള ഒരു 50% കട്ട് ഓഫ് എല്ലാം വരുമ്പോൾ പലർക്കും PR കിട്ടാതെ തന്നെ അവരുടെ PGWP ഒക്കെ എക്സ്പയർ ആയി കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്ന പേടിയിലാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് അസൈലം സീക്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ എണ്ണം വളരെയധികം കൂടുകയും പല ആൾക്കാരും ഇവിടെ നിൽക്കുന്നവരെല്ലാം എങ്ങനെയെങ്കിലും ഇവിടെ തുടരാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Prime Minister Mark Carney has vowed to return immigration levels to, in his words, sustainable levels, and to reduce the number of international students from 7% of the Canadian population to 5% by the end of 2027. This will help ease strains on housing, on public infrastructure, and social services. Carney is building on previous measures. The Trudeau government capped the number of foreign student visas, limited work hours, and cracked down on so-called diploma mills. ഗവൺമെൻറ് ഇതിന് ന്യായീകരണമായിട്ട് പറയുന്നത് ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ ഹെൽത്ത് കെയറും ഹൗസിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രതിസന്ധി മാറിയതിന് ശേഷം മാത്രമേ PR ഇത്ര ആൾക്കാർക്ക് കൊടുക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളൊക്കെ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാർ വരികയും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയുടെ ഭാഗമായിട്ട് വീണ്ടും ആൾക്കാരൊക്കെ കൂടുകയൊക്കെ ചെയ്തപ്പോൾ ഈ പ്രതിസന്ധികളെല്ലാം കുറച്ചുകൂടി കൂടി എന്നുള്ള സത്യം തന്നെയാണ്. എന്നാൽ ഇതിന് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും ഏകദേശം 2015 ശേഷമൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയായിരുന്നു ഏകദേശം ഉണ്ടായിരുന്നത്. അത് ഒരല്പം ലെവലോ ഒരല്പോട് കൂടി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ കേസും അല്ലെങ്കിൽ ഹൗസിംഗ് കേസുകളൊക്കെ നോക്കുമ്പോൾ അന്നും ഈ പ്രതിസന്ധികളൊക്കെ ഇത്ര രൂക്ഷമല്ലായിരുന്നെങ്കിലും ഉണ്ടായിരുന്നു. We do have a crisis in healthcare. We do have a crisis in housing. Have the refugees created that? No. Have they exacerbated it a bit?
Probably a bit. കോവിഡിന് ശേഷം കാനഡയെ ബാധിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യവും അതേപോലെ തന്നെ രാഷ്ട്രീയ വ്യതിചലനം എല്ലാമാണ് ഈ പ്രതിസന്ധികളെല്ലാം ഇത്രയും രൂക്ഷമാക്കിയത്. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ട് ഇവിടെ ഉള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും അതേപോലെ തന്നെ പുതിയതായിട്ട് കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയും എല്ലാമാണ് അഫക്റ്റ് ചെയ്തേക്കുന്നത്. IRCC പറയുന്നതനുസരിച്ചാണെങ്കിൽ കാനഡയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള അസൈലം സീക്കേഴ്സിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനൊക്കെ ഒരു വിധത്തിൽ അവർക്ക് കുറച്ചാളുകൂടി ഇവിടെ കാനഡയിൽ തുടരാനുള്ളൊരു മാർഗ്ഗമായിട്ട് മാത്രമാണ് കാണുന്നത്. കാരണം അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ള പല ആൾക്കാർക്കും അറിയാം ആ അപ്രൂവലൊന്നും കിട്ടത്തില്ല എന്നുള്ളത്. എന്നിരുന്നാൽ പോലും അത്രയും നാൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ PR-ൻ്റെ സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും 1% ആണെങ്കിൽ പോലും ആ സാഹചര്യം മുതലെടുത്ത് ഇവിടെ ഒരു PR കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. Immigration lawyers expect asylum claims and the backlog to keep growing unless the process to hear cases is fast-tracked.